അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ്സ് നമ്മൾ പഠിക്കാൻ പോകും. നമ്മൾ ഇന്നലെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു അല്ലെ? ഇന്നലെ ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി transactions and events which are in part at least of a financial character and interpreting the result thereof. അതായത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈസ് an art of recording, classifying and summarizing in a significant manner and in terms of money. ഓക്കെ, പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യുന്നതിന്, ക്ലാസിഫൈ ചെയ്യുന്നതിന്, സമ്മറൈസ് ചെയ്യുന്നതിന്, അത് അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നതിനാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് ഹാവിങ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ള മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നതിന്, ക്ലാസിഫൈ ചെയ്യുന്നതിന്, സമ്മറൈസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അക്കൗണ്ടിങ്. എന്തിനു വേണ്ടിയാണ്? ടു ഇന്റർപ്രറ്റ് റിസൾട്ട് thereof, പി ആൻഡലും അല്ലെങ്കിൽ റിസൾട്ട് ഓഫ് ഓപ്പറേഷനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷനും, അതായത് പി ആൻഡലും ബാലൻസ് ഷീറ്റും വരച്ച് യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇതിനകത്തൊരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ? ഓർക്കുന്നില്ലേ? ഉണ്ട്. അപ്പോ അതിന്റെ സ്റ്റേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റേജസ്, ആദ്യം ഐഡന്റിഫയിങ് ദ ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഐഡന്റിഫയിങ് ദ ട്രാൻസാക്ഷൻ. എങ്ങനെ ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യണം? ആ ട്രാൻസാക്ഷൻ മോണിറ്ററി ആണോ എന്ന് നോക്കണം. ആ ട്രാൻസാക്ഷനിൽ അല്ലെങ്കിൽ ഇവന്റിൽ എന്തുണ്ടോന്നറിയണം? ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടോന്നറിയണം. അങ്ങനെയെങ്കിൽ ആ ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നറിയണം. ഓക്കെ ആണോ? നമ്മൾ ഇന്നലെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. രണ്ടുപേര്, അക്ഷരയും വേറെ ആരോ, ജോയലും അഡ്മിഷൻ എടുക്കാൻ ചെന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അക്ഷര അവിടെ ചെന്നു, തിരിച്ചു പോന്നു. അവിടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പോ ഒരു ഈവന്റ് നടന്നു, അല്ലെങ്കിൽ ഒരു ഇവന്റ് നടന്നു, പക്ഷെ അവിടെ ഫിനാൻഷ്യൽ ഇവന്റ് അല്ല നടന്നത്. ബട്ട് ജോയില് പോയി പൈസ എണ്ണിക്കൊണ്ടിരുന്ന ക്യാഷ്യറിന്റെ കയ്യിൽ നിന്ന് 500 തട്ടിപ്പറിച്ചുകൊണ്ട് വന്നു. ദർ ഈസ് ആൻ ഇവന്റ് ഒക്യുവേർഡ്. അവിടെ ഫേമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം 500 രൂപ നഷ്ടം സംഭവിച്ചു. അപ്പോ ദർ ഈസ് ആൻ ഫിനാൻഷ്യൽ ഇവന്റ് ഒക്യുവേർഡ്. അപ്പോ ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യണം. അത് മോണിറ്ററി ആണോ എന്നറിയണം, ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടോ എന്നറിയണം. എന്നിട്ട് ആ ഫിനാൻഷ്യൽ ക്യാരക്ടർ എങ്ങനെയാണ് അതിനെ അഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയണം. ഓക്കെ, എന്നിട്ട് ആ ഐഡന്റിഫൈ ചെയ്ത ട്രാൻസാക്ഷനെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ജേണൽ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്സ്. ഓക്കെ ആണോ? റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ജേണൽ വഴി, അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്ക് വഴി. ഓക്കെ, അപ്പോ റെക്കോർഡ് ചെയ്യണം. അതിനുശേഷം ആ റെക്കോർഡ് ചെയ്തതിനെ, സപ്പോസ് നമുക്കൊരു 3 ട്രാൻസാക്ഷൻ എടുക്കാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ സാലറി കൊടുത്തു 10,000. ഓക്കെ, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ അഡ്മിഷൻ എടുത്തു 30,000 രൂപ കിട്ടി. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ 500 രൂപ ജോയല് കൊണ്ടുപോയി. ലോസ് ബൈ തെഫ്റ്റ്, ജോയൽ എടുത്തുകൊണ്ട് പോയി. ഓക്കെ, 500 രൂപ. 3 ട്രാൻസാക്ഷൻ ഉണ്ട്. 3 ട്രാൻസാക്ഷന് 3 ക്യാരക്ടർ ആണ്. ഒന്നാമത്തത് എന്താണ്? ഒരു എക്സ്പെൻഡിച്ചർ, അത് റൺ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എക്സ്പെൻഡിച്ചർ ആണ്. അഡ്മിഷൻ ഫീ റിസീവ്ഡ്, അതെന്താണ്? ഇൻകം ആണ്. മൂന്നാമത്തത് എന്താണ്? എക്സ്ട്രാ ഓർഡിനറി ട്രാൻസാക്ഷൻ ആണ്. എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമൊന്നുമല്ല. ജോയൽ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ജോയലിനെ പോലെയുള്ള ആളുകൾ മാത്രം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അല്ലെ? അപ്പോ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ മൂന്ന് സ്വഭാവക്കാരാണ് അല്ലെ? മൂന്ന് സ്വഭാവക്കാരാണ്. ഈ 3 പേരെയും 3 ആക്കി തിരിക്കണ്ടേ നമുക്ക്? 3 പേരെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണ്ടേ? അതിനുവേണ്ടി നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് ദ റെക്കോർഡഡ് ട്രാൻസാക്ഷൻസ്. ഈ ട്രാൻസാക്ഷൻസ് 3 നമ്മൾ റെക്കോർഡ് ചെയ്തതിനു ശേഷം അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പോസ്റ്റിംഗ് ടു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ആ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഓക്കെ ആണോ? ആർ യു ഓക്കെ? ഓക്കെ. ഇനി പ്രിപ്പയറിംഗ്
അൺഅഡ്ജസ്റ്റഡ് ട്രാൻസാക്ഷൻസ്, അതായത് കുറച്ച് ട്രാൻസാക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. അതായത് വർഷാവസാനമൊക്കെ ആവുമ്പോൾ ആ വർഷത്തെ ട്രാൻസാക്ഷൻസ് അക്രൂവൽ ബേസിസിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ ആ വർഷം പൈസ കൊടുത്തിട്ടുണ്ടാവില്ല, അടുത്ത കൊല്ലമായിരിക്കും പൈസ കൊടുക്കുന്നത്. അതിന് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ആയിട്ടും പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒക്കെ ആയിട്ട് കാണിക്കേണ്ടി വരും. അങ്ങനത്തെ കുറെ അൺഅഡ്ജസ്റ്റഡ് ട്രാൻസാക്ഷൻസ് പ്രിപ്പയർ ചെയ്യണം. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഇടണം. അതിനുശേഷം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ട്രയൽ ബാലൻസ് വരയ്ക്കണം. എന്ത് ചെയ്യണം? ട്രയൽ ബാലൻസ് വരയ്ക്കണം. ക്ലോസിംഗ് ഓർ ബാലൻസിങ് ഓഫ് ബുക്സ് അതൊക്കെ അവിടെ നിന്നോട്ടെ. അതൊക്കെ നമുക്ക് സർവ്വസാധാരണമായിട്ട് ചെയ്യേണ്ട കേസുകളാണ്. ലെഡ്ജർ ക്ലോസ് ചെയ്യണം, ബുക്സ് ക്ലോസ് ചെയ്യണം എന്നുള്ളത്. ലാസ്റ്റ് ഇതെല്ലാം ട്രയൽ ബാലൻസ് വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. അതായത് two main financial statements are profit and loss account, trading profit and loss account, balance sheet. ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ ആണോ? അപ്പോ അക്കൗണ്ടിങ് സൈക്കിളിന്റെ സ്റ്റേജസ് ഏതൊക്കെയാണ്? ഐഡന്റിഫൈയിങ് ദ ട്രാൻസാക്ഷൻ, റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ, ക്ലാസിഫൈയിങ് ദ റെക്കോർഡഡ് ട്രാൻസാക്ഷൻ, പ്രിപ്പയറിംഗ് അൺഅഡ്ജസ്റ്റഡ് ട്രാൻസാക്ഷൻസ്, അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്, അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്, closing or balancing of books, preparing financial statements. Okay ആണോ? ഇത്രയും കാര്യങ്ങൾ പക്ഷെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആലീസിനെയാണ്. ആരെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ആലീസിനെയാണ്. എന്താണ് ആലീസ്, അല്ലെങ്കിൽ ആരാണ് ആലീസ്? നമുക്കൊന്ന് നോക്കാം. ആരാണ് ആലീസ്? നമുക്ക് നോക്കാം. ആലീസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആലീസിനെ പറ്റി? ആലീസ് ആരാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ആലീസിനെ പരിചയപ്പെടാം. നമ്മുടെ അടുത്തേക്ക് പുതിയ ആള് വരാണ്. പേരെന്താണ്? ആലീസ് എന്നാണ്. ഓക്കെ, അപ്പൊ ആലീസിനെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ഹൂ ഈസ് ആലീസ്? ആലീസ് ആരാണ്? ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിന് പറയുന്ന പേരാണ് ആലീസ്. ഓക്കെ, അപ്പോ ആലീസിൽ ആരൊക്കെയാണ്? എ ഫോർ അസെറ്റ്. ഓക്കെ, ഞാൻ ഒരു ആപ്പിൾ എന്ന് എഴുതിയത്. ഓക്കെ, എ ഫോർ അസെറ്റ്. ഓക്കെ, എ ഫോർ അസെറ്റ്. ഇനി എൽ ഫോർ ലയബിലിറ്റി. ഇനി ഐ ഫോർ ഇൻകം. സി ഫോർ ക്യാപിറ്റൽ. ഇ ഫോർ എക്സ്പെൻസ്. ഓക്കെ അല്ലേ? അപ്പോ എ ഫോർ അസെറ്റ്, എൽ ഫോർ ലയബിലിറ്റി, ഐ ഫോർ ഇൻകം, സി ഫോർ ക്യാപിറ്റൽ, ഇ ഫോർ എക്സ്പെൻസ്. ഓക്കെ, ആലീസിനെ നിങ്ങൾ പരിചയപ്പെട്ടോ? ഇനി അസെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അസെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആൻ എൻറ്റിറ്റി ഓൺസ്, എന്തെല്ലാം ഒരു എൻറ്റിറ്റിയുടെ കയ്യിലുണ്ട്, അതിനെയാണ് അസെറ്റ് എന്ന് പറയുന്നത്. ഹാവിങ് എക്കണോമിക് ഇൻഫ്ലോ. ഓക്കെ, ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫ്യൂച്ചർ എക്കണോമിക് ഇൻഫ്ലോ ഉണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഇൻഫ്ലോ ഉണ്ടെങ്കിൽ, അതിനാണ് അസെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിന് റെന്റ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ റെന്റ് കൊടുക്കാതെ നമുക്ക് നമ്മളുടെ ബിസിനസ് ഓടിക്കാൻ പറ്റും. ഇറ്റ് ഈസ് കോൾഡ് അസെറ്റ്. എന്താണ് ലയബിലിറ്റി? വാട്ട് ആൻ എൻറ്റിറ്റി ഓവ്സ്, എന്ത് ഒരു എൻറ്റിറ്റി കൊടുക്കാനുണ്ട്, അതിനാണ് ലയബിലിറ്റി എന്ന് പറയാ. ഹാവിങ് എക്കണോമിക് ഔട്ട്ഫ്ലോ, ഒരു ലയബിലിറ്റി ഉണ്ടെങ്കിൽ ആ പൈസ കൊടുക്കണ്ടേ. ഒരു ഫിനാൻഷ്യൽ ഔട്ട്ഫ്ലോ ഉണ്ടാവും, അതിനാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇൻകം? എന്താണ് ഇൻകം എന്ന് പറയുന്നത്? ഇൻകത്തിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളാ. ഇൻകം ഈസ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. നമ്മൾ ഒരു വാല്യൂ ആണ്, ഗുഡ്സ് ഓഫ് സർവീസസിന്റെ വാല്യൂ ആണ്. ഓക്കെ, ഫോർ സർവീസസ് പ്രൊവൈഡഡ് ടു അതേഴ്സ്. ഓക്കെ, ഒരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗുഡ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് മറ്റൊരാൾക്ക്, അതിനു വേണ്ടി കിട്ടുന്ന എമൗണ്ട് ആണ് ഇൻകം എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ സർവീസസ് ഓർ ഗുഡ്സ് പ്രൊവൈഡഡ് ടു അതേഴ്സ്. ഓക്കെ, വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ സർവീസസ് പ്രൊവൈഡഡ് ടു അതേഴ്സ്. വേറൊരാൾക്ക് കൊടുക്കുന്ന ഗുഡ്സോ സർവീസിനോ വേണ്ടി നമുക്ക് കിട്ടുന്ന എമൗണ്ടിനാണ് വാട്ട് വി ആർ റിസീവിങ്, അതിനാണ് എന്തെന്ന് പറയുന്നത്? ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
ഓക്കെ. ഇനി ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. എന്താണ് ക്യാപിറ്റൽ? വാട്ട് ഈസ് മീൻ ബൈ ക്യാപിറ്റൽ? നമ്മൾ ഇന്നലെ പറഞ്ഞു എന്താ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ക്യാപിറ്റൽ എന്താ? എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ഓണർ ഓർ പാർട്ട്ണർ ഓർ ഷെയർ ഹോൾഡർ. ഓക്കെ, ഒരു ഓണർ ബിസിനസ്സിലേക്ക് ഇടുന്ന പൈസയോ, പാർട്ട്ണർ ബിസിനസ്സിലേക്ക് ഇടുന്ന പൈസയോ, ഷെയർ ഹോൾഡർ ബിസിനസ്സിലേക്ക് ഇടുന്ന പൈസയോ, അതിനാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ഓണർ കോൺട്രിബ്യൂഷൻ. അതിനാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ ഇന്നലെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഓണർ ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദാറ്റ് ബിസിനസ്, അല്ലെങ്കിൽ ബിസിനസ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. അതിന്റെ ഓണറിൽ നിന്ന് ബിസിനസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം ലയബിലിറ്റി സൈഡിൽ വരുന്നത്. ഓണർ ഇടുന്ന പൈസ ഓണർക്ക് തിരിച്ചു കൊടുക്കണം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ ലയബിലിറ്റി ഫോർ എ ഫേം എന്ന് നമ്മൾ പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. ഇനി എക്സ്പെൻസ്, വാല്യൂ ഓർ ചാർജസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ ഗുഡ്സ് റിസീവ്ഡ് ഓർ സർവീസസ് റിസീവ്ഡ് ബൈ ആൻ എൻറ്റിറ്റി. അതായത് ഒരു വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അല്ലെങ്കിൽ ചാർജ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, ഒരു സർവീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ചാർജിനാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന പൈസക്കാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. സാലറി, നമ്മളുടെ അടുത്ത് നമുക്കൊരു സർവീസ് കിട്ടുന്നുണ്ട്, നമ്മളുടെ സ്റ്റാഫ് നമ്മളുടെ അടുത്ത് ഇരുന്ന് പണി ചെയ്യാണ്. ഇറ്റ് ഈസ് എ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ സ്റ്റാഫ്സ് ടു ദ എൻറ്റിറ്റി. ഓക്കെ, ആ ഒരു സർവീസിന് വേണ്ടി നമ്മൾ അവർക്ക് കൊടുക്കുന്ന പൈസയാണ് എന്തെന്ന് പറയുന്നത്? സാലറി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അറിയോക്കെ? ഓക്കെ. അപ്പോ അത്രയുമാണ് ആലീസിനെ കുറിച്ച് നമുക്ക് ബ്രീഫായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി ആലീസിന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നമുക്ക് പഠിക്കാം. അപ്പൊ ആലീസിനെ കുറിച്ച് നമ്മൾ ബ്രീഫായിട്ട് പഠിച്ചു. ഇനി ആലീസിനെ എങ്ങനെ നമുക്ക് 3 പേർക്ക് വീതിച്ചു കൊടുക്കാം? ഓക്കെ, ഒന്ന് ആരാണ്? റിയൽ അക്കൗണ്ട് ആണ്. ഒന്ന് റിയൽ അക്കൗണ്ട് ആണ്. 2 നോമിനൽ അക്കൗണ്ട് ആണ്. 3 പേഴ്സണൽ അക്കൗണ്ട് ആണ്. എന്താണ് റിയൽ അക്കൗണ്ട്, എന്താണ് നോമിനൽ അക്കൗണ്ട്, എന്താണ് പേഴ്സണൽ അക്കൗണ്ട്, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റിയൽ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ആണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളെയാണ് എന്തെന്ന് പറയുന്നത്? റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആർ യു ഓക്കെ? ഓക്കെ. ഇനി നമുക്ക് നോക്കാം എന്താണ് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ക്യാഷ്, ബിൽഡിങ്, മെഷീനറി, ഗുഡ് വില്ല്, പേറ്റന്റ്, എക്സെട്ര. ഓക്കെ. ഇനി നോമിനൽ അക്കൗണ്ടിനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുകളിൽ എന്തെല്ലാം വരുമോ, ഏതൊക്കെ അക്കൗണ്ട്സ് വരുമോ, ആ അക്കൗണ്ട്സുകളെല്ലാം പറയുന്ന പേരാണ് എന്ത്? നോമിനൽ അക്കൗണ്ട്. ഓക്കെ ആണോ? നോമിനൽ അക്കൗണ്ട് ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം, ലയബിലിറ്റി അല്ല, എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്? നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. നോമിനൽ അക്കൗണ്ട്സിന്റെ എക്സാമ്പിൾസ് നോക്കാം. സ്റ്റേഷനറി, റെന്റ്, സാലറി, സെയിൽസ്, വേജസ് എക്സെട്ര. ഓക്കെ ആണോ? ഇനി ഡിവിഡന്റ്, ബാഡ് ഡെറ്റ്, കമ്മീഷൻ എക്സെട്ര. ഇത്രയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? നോമിനൽ അക്കൗണ്ട്. ഏതൊക്കെ എക്സ്പെൻസുകൾ ഉണ്ടോ, സെയിൽ, ഏതൊക്കെ ഇൻകം ഉണ്ടോ, അതെല്ലാം നോമിനൽ അക്കൗണ്ട് ആണ്. സെയില്, പർച്ചേസ്, അത് ഇത് എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. ഇനി പേഴ്സണൽ അക്കൗണ്ട്. വാട്ട് ഈസ് മീൻ ബൈ പേഴ്സണൽ അക്കൗണ്ട്? എന്താണ് പേഴ്സണൽ അക്കൗണ്ട്? ഒരു പേഴ്സന്റെ പേരിലുള്ള അക്കൗണ്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്? പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. സപ്പോസ് ഇവിടെയുള്ള നീന, എന്റെ എനിക്കൊരു കമ്പനി ഉണ്ട്, എന്റെ കമ്പനിയുടെ പേര് ഷാ ലിമിറ്റഡ് എന്നാണ്. എന്റെ കമ്പനിയുടെ പേര് എന്താണ്? ഷാ ലിമിറ്റഡ് എന്നാണ്. ഷാ ലിമിറ്റഡിന് നീന സപ്ലൈ ചെയ്യുന്നുണ്ട്, ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോ നീന എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എന്റെ സപ്ലയർ ആണ്. നീനക്ക് ഞാൻ എപ്പോഴും പൈസ കൊടുക്കാനുണ്ടാവും. അപ്പോ നീനക്ക് ഞാൻ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നീന എന്ന് പറയുന്നത് ഒരു പാവം, നീന എന്ന് തന്നെയാണ് പേര്, കമ്പനി ഒന്നുമില്ല, നീനയുടെ പേരിൽ തന്നെയാണ് എനിക്ക് സാധനങ്ങൾ വരുന്നത് എന്ന് വിചാരിക്കാം. അപ്പോ നീന അത് പേഴ്സൺ ആണ് അല്ലെ? പേഴ്സൺ ആണ്. എന്ത് പേഴ്സൺ ആണ്? നാച്ചുറൽ പേഴ്സൺ ആണ്. നീന ആരാണ്? നാച്ചുറൽ പേഴ്സൺ ആണ്. എന്റെ ബുക്കിൽ നീന എന്ന് പറയുന്ന ഒരു പേര് കാണും. ഇറ്റ് ഈസ് എ നാച്ചുറൽ പേഴ്സൺ. നീന എനിക്ക് ലയബിലിറ്റി ആയിരിക്കും.
ഓക്കെ, എനിക്ക് ലയബിലിറ്റി ആയിരിക്കും. ബട്ട് നീനയുടെ ബുക്കിലോ, നീനയും ബുക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, കമ്പനിയൊന്നും ഇല്ലെങ്കിലും നീനയുടെ ബുക്കിൽ എന്റെ പേര് കാണും, ഷാ ലിമിറ്റഡ് എന്ന് പറയുന്ന പേര് കാണും. ഞാൻ നീനയ്ക്ക് കൊടുക്കാനുള്ളതായിട്ടാണ് നിൽക്കുന്നത്. നീനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തായിരിക്കും? അസറ്റ് ആയിരിക്കും അല്ലെ? അസറ്റ് ആയിരിക്കും അല്ലെ? അപ്പോ നീനയ്ക്ക് ഞാൻ അസറ്റാണ്, നീനയുടെ ബുക്കിൽ ഞാൻ നിൽക്കുന്നുണ്ട്. ബട്ട് ഷാ ലിമിറ്റഡ് എന്ന് പറയുന്ന പേരിലാണ് നിൽക്കുന്നത്. ഷാ ലിമിറ്റഡ് എന്ന് പറയുന്ന പേരിലാണ് നിൽക്കുന്നത്, അസറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അതെന്താണ്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പൊ നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്താണെന്ന് പറഞ്ഞു. നാച്ചുറൽ പേഴ്സൺ എന്താണ്? ആളുകൾ, ആളുകൾ, വ്യക്തികളാണ് എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ പേഴ്സൺ. ഇനി ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേം, ഫേം, കമ്പനി, കമ്പനി, LLP എക്സെട്ര, ഇതുപോലെയുള്ള നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബിസിനസിന് ആവശ്യത്തിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നെയിംസ് ആണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ റെപ്രസെന്റേറ്റീവ് പേഴ്സൺ? റെപ്രസെന്റേറ്റീവ് പേഴ്സൺ, ഒരു മാസത്തെ സാലറി കുറച്ചു പേർക്ക് കൊടുക്കാനുണ്ട്, അവരുടെ പേരുകളെല്ലാം നമ്മൾ അവിടെ എഴുതുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ. എന്താണ്? സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് എഴുതുന്നത്. ഓക്കെ, ഈ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് എഴുതുമ്പോൾ ഈ സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങിന് എന്തുണ്ട്? അതിന്റെ ഉള്ളിൽ കുറെ ആളുകളുണ്ട്. ഒരു 10 പേര് എന്റെ എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കുക, 10 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 10 എംപ്ലോയീസിനെ റെപ്രസെന്റ് ചെയ്ത് ഒരൊറ്റ അക്കൗണ്ടാ വരുന്നത്, സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ഇറ്റ് ഈസ് കോൾഡ് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബാങ്ക്, ക്യാപിറ്റല്, റെന്റ്. ക്യാപിറ്റൽ എങ്ങനെയാണ് പേഴ്സണൽ അക്കൗണ്ട് ആവുന്നത്? ക്യാപിറ്റൽ എങ്ങനെയാണ് പേഴ്സണൽ അക്കൗണ്ട് ആവുന്നത്? അത് ഓണറിനെ പ്രതിനിധീകരിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് അല്ലെ? ഓണർ ഈസ് എ പേഴ്സൺ, അപ്പോ ക്യാപിറ്റൽ ഈസ് എ പേഴ്സണൽ അക്കൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ട്, SBI എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്. അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്. കുറെ പേഴ്സൺസ് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്താണ്? റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. കമ്പനി റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇത്രയും കൺസെപ്റ്റ് ഓക്കെ ആണ് അല്ലെ? ഒരു പ്രശ്നമില്ലല്ലോ. ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് ഡീപ്പായിട്ട് കിട്ടിയിട്ടില്ലേ? അപ്പോ ഇത്രയും നമ്മൾ പറഞ്ഞിട്ട് ഇനി നമ്മൾ പോവാൻ പോവാണ്. ഈ വരയൊക്കെ ഒന്ന് മാച്ചലായിട്ട്. അപ്പോ പേഴ്സണൽ അക്കൗണ്ട് മേ ബി നാച്ചുറൽ പേഴ്സൺ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, ഇനി ഫോമിംഗ് ജേണൽ എൻട്രി. എങ്ങനെ നമുക്ക് ജേണൽ എൻട്രി ഉണ്ടാക്കാം? എങ്ങനെ നമുക്ക് ജേണൽ എൻട്രി ഉണ്ടാക്കാം? ഹൗ ജേണൽ എൻട്രീസ് ആർ മെയ്ഡ്. ജേണൽ എൻട്രി എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? ഓക്കെ, നമുക്ക് തുടങ്ങാം. എങ്ങനെ ജേണൽ എൻട്രി നമ്മൾ പ്രിപ്പയർ ചെയ്യും? ഓക്കെ, ജേണൽ എൻട്രി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഈസി ആയിട്ട് പഠിക്കാം. 3 കാര്യങ്ങളാണ് ജേണൽ എൻട്രി പ്രിപ്പയറുമായിട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. 3 കാര്യങ്ങൾ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്ന് പറയാം. അപ്പോ ഒന്ന് നമ്മൾ പഠിച്ചു, റിയൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. റിലേറ്റിംഗ് ടു റിയൽ അക്കൗണ്ട് എന്തിനാ റിലേറ്റ് ചെയ്യുന്നത്? അസറ്റ് അല്ലെ? റിലേറ്റിംഗ് ടു അസറ്റ്. ഓക്കെ അല്ലെ? അപ്പോ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? റിയൽ അക്കൗണ്ടിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. എന്തെല്ലാം നമ്മുടെ കയ്യിലേക്ക് വന്നോ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. കംസ് ഇൻ അതായത് എന്തെല്ലാം നമ്മളുടെ കയ്യിലേക്ക് വന്നോ അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യണം. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ആണ് കേട്ടോ ഇത്. ഓക്കെ, നിങ്ങൾ +1 +2 അല്ലെങ്കിൽ നിങ്ങൾ BCom പഠിക്കുന്ന ഒരു സാധനമാണ് ഇത്. ഓക്കെ, അപ്പോ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ഇനി ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോ വന്നതിനെ ഡെബിറ്റ് ചെയ്യണമെങ്കിൽ പോയതിനെ എന്ത് ചെയ്യണം? പോയതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എക്സാമ്പിൾ പറയാം. എന്റെ കയ്യിൽ 10,000 രൂപ ക്യാഷ് ഉണ്ടായിരുന്നു. 10,000 രൂപ ക്യാഷ് ഉണ്ടായിരുന്നു. ആ ക്യാഷ് എന്റെ ഫേമിൽ കേട്ടോ, എന്റെ ഫേമിന്റെ പേരെന്താ? ഷാഹ് ലിമിറ്റഡ്. ഷാഹ് ലിമിറ്റഡിൽ 10,000 രൂപ ക്യാഷ് ഉണ്ടായിരുന്നു. ആ 10,000 രൂപ കൊടുത്ത് ഞാൻ
10,000 രൂപ വിലയുള്ള ഫർണിച്ചർ വാങ്ങിക്കൊണ്ടുവന്നു. എന്റെ മേശയിൽ കിടന്ന 10,000 രൂപ ക്യാഷ് കൊടുത്ത് ഞാൻ 10,000 രൂപയുടെ ഫർണിച്ചർ പുറത്ത് ഏതോ ഒരു ഫർണിച്ചർ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. ഓക്കെ, അപ്പോ എന്താ പറ്റിയത്? അവിടെ ക്യാഷ് എന്റെ കയ്യിൽ നിന്ന് പോയി. ക്യാഷിന് എന്ത് പറ്റി? എന്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, അപ്പൊ ക്യാഷിന് ഞാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷിന് ഞാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഫർണിച്ചർ എന്റെ ഓഫീസിലേക്ക് വന്നു, അല്ലെങ്കിൽ എന്റെ കയ്യിലേക്ക് വന്നു, അല്ലെ? വാട്ട് കംസ് ഇൻ, വന്നതിന് ഞാൻ എന്ത് ചെയ്യണം? വന്നതിന് ഞാൻ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, വന്നതിന് ഞാൻ ഡെബിറ്റ് ചെയ്യണം. എങ്ങനെ ജേണൽ എൻട്രി എഴുതും? ഫർണിച്ചർ ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് ഡെബിറ്റിനെയാണ്. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 10,000 ടു ക്യാഷ് പോയി, ടു 10 ക്യാഷ് 10,000. ഓക്കെ, ഇങ്ങനെ നമ്മൾ എൻട്രി എഴുതണം. ഓക്കെ ആണോ? റിയൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട എൻട്രിയുടെ റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഓക്കെ ആണോ? എക്സാമ്പിൾ ക്ലിയർ അല്ലേ? അങ്ങനെ എക്സാമ്പിൾ ക്ലിയർ അല്ലേ? നീന ഓക്കെ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്താണ്? പേഴ്സണൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട നിൽക്കുന്ന ഇത് അമലാണ് കേട്ടോ. പേഴ്സണൽ പേഴ്സണൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോ പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയാണ്? അമലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഓക്കെ, എന്താണ് ഒന്ന് പറഞ്ഞേ? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ആർക്ക് കിട്ടിയോ അയാളെ ഡെബിറ്റ് ചെയ്യണം. ആര് കൊടുത്തോ അയാൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ആർക്ക് കിട്ടിയോ? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. നമുക്ക് എക്സാമ്പിൾ പറയാം. അതായത് അമലും നീനയും. ഓക്കെ, രണ്ടുപേര് കേട്ടോ. അമലും നീനയും. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടുപേര് എന്റെ കയ്യിലാണ് കേട്ടോ. ഞാനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഷാ ലിമിറ്റഡ്. ഓക്കെ, ഷാ ലിമിറ്റഡിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. ആദ്യം അമല് വന്നു അഡ്മിഷൻ എടുത്തു 30,000 രൂപ എനിക്ക് തന്നു. എത്ര തന്നു? 30,000 രൂപ തന്നു. അമല് 30,000 രൂപ തന്നു. ഓക്കെ, അപ്പോ ഞാൻ എന്ന് പറയുന്ന എന്റെ ബുക്കിൽ എന്തൊക്കെ സംഭവിച്ചു? അമല് 30,000 തന്നപ്പോൾ ക്യാഷ് ആണ് എനിക്ക് കിട്ടിയത്, അല്ലെ? ഒരു അക്കൗണ്ട് എന്താണ്? ക്യാഷ് ആണ് എനിക്ക് കിട്ടിയത്. ഓക്കെ ആണല്ലോ? ആൻഡ് ആ പൈസ തരികയാണ് ചെയ്തത്. ആരാണ് തന്നത്? അമലാണ് തന്നത്. ഓക്കെ, അമലാണ് തന്നത്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, എന്റെ ബുക്കിൽ എനിക്ക് കിട്ടി എന്ന് എഴുതണ്ട. എനിക്ക് എന്താ കിട്ടിയതെന്ന് എഴുതിയാൽ മതി. ക്യാഷ് ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോ ഇവിടെ റിസീവർ ഞാനാണ്. എന്നെ ചുമ്മാ ഡെബിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷാ ലിമിറ്റഡ് എന്ന് പറഞ്ഞ എന്റെ ബുക്കിൽ ഒരു ഡെബിറ്റ് വരില്ല. പകരം എനിക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ്. എനിക്ക് ക്യാഷ് കിട്ടി. ആര് തന്നു? അമല് തന്നു. ഓക്കെ, അപ്പോ എങ്ങനെ എൻട്രി വരും? ക്യാഷ് വന്നാൽ ക്യാഷിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. വന്നതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ക്യാഷ് വന്നു, ക്യാഷിനെ ഞാൻ ഡെബിറ്റ് ചെയ്തു 30,000. ആരാ തന്നത്? അമലാണ്. തന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഗിവറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പോ അമലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ ആണോ? ക്യാഷ് വന്നു, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അമലാണ് എനിക്ക് തന്നത്, അമലിനെ ഞാൻ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത് ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. നീന കേട്ടോ. നമ്മളുടെ സ്റ്റാഫാണ് നീന. അപ്പോ നീനയുടെ കയ്യിലാണ് അമല് പൈസ കൊണ്ടുവന്ന് കൊടുത്തത് 30,000 രൂപ. നീന നോക്കിയിരിക്കുവായിരുന്നു. ഞാനൊരു 3-4 മാസം ശമ്പളം കൊടുക്കണ്ടായിരുന്നു. നീനയ്ക്ക് 10,000 രൂപ വെച്ചാണ് ശമ്പളം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ നീനയ്ക്ക് ഞാൻ ശമ്പളം കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ ശമ്പളം ഒന്നല്ല, നീന സ്റ്റാഫ് അല്ല. നീനയ്ക്ക് ഞാൻ പൈസ കൊടുക്കാനുണ്ട്. കടം മേടിച്ച പൈസയാണ് കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. അപ്പോ നീന എന്റെ ഗേറ്റിന്റെ അല്ലെങ്കിൽ എന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്ന് ഇരിപ്പാണ് എല്ലാ ദിവസവും. ആരെങ്കിലും പൈസ കൊണ്ടുവന്ന് തരുന്നുണ്ടോ അത് മേടിക്കാൻ വേണ്ടി ഇരിപ്പാണ്. അപ്പോഴാണ് അമല് പൈസയും കൊണ്ടുവരുന്നത്.
അപ്പൊ അമല് പൈസയും കൊണ്ട് വരുന്നത് നീന ചില്ല് ക്ലാസ്സിൽ കൂടെ ഒളിഞ്ഞു നോക്കിയപ്പോ അമൽ ഇവിടെ 30,000 രൂപ തന്നത് നീന അവിടെ ഇരുന്ന് എണ്ണി. അപ്പോ നീന പറയാണ്, നീന അമല് പോയപ്പോ തന്നെ ചാടി കയറി വന്നിട്ട് പറഞ്ഞു ഇനി പറ്റിക്കാൻ പറ്റില്ല, എനിക്ക് എന്റെ പൈസ ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ കൊടുക്കാതെ നിവർത്തിയില്ലാതെ എന്റെ അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എന്റെ ഇവിടെ പൈസ ആകെ ഉണ്ടായിരുന്ന 30,000 രൂപ ഞാൻ നീനയ്ക്ക് കൊടുക്കാൻ പോവാണ്. ഞാൻ നീനയ്ക്ക് പൈസ കൊടുക്കാൻ പോവാണ്. അപ്പോ എന്റെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് ഔട്ടായി. 30,000 രൂപ. ഓക്കെ, അപ്പോ അമല് വന്ന കാരണമാണ്, അല്ലെങ്കിൽ നീന അവിടെ ഇരുന്ന് വേറിറങ്ങി പോയത് കേട്ടോ. അപ്പോ ക്യാഷ് ഔട്ടായി. ആരാണ് പൈസ മേടിച്ചത്? നീനയാണ്. ആരാണ് പൈസ മേടിച്ചത്? നീനയാണ്. അപ്പോ എന്താണ് എൻട്രി വരാ? ക്യാഷ് പോയി. ക്യാഷ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, അല്ലെ? നമ്മളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അസറ്റുകളെ ക്രെഡിറ്റ് ചെയ്യണം, അല്ലെ? നമ്മളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അസറ്റുകളെ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റിനെ ക്രെഡിറ്റ് ചെയ്തു. എന്തെന്നാ പറയാ? ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു 30,000 രൂപ. ഓക്കെ, ഹൂ ഈസ് ദ റിസീവർ? ആരാ തട്ടിപ്പറിച്ചുകൊണ്ട് പോയെ? അല്ലെങ്കിൽ ആർക്കാ പൈസ കിട്ടിയത്? നീനയ്ക്ക്, അല്ലെ? നീന അക്കൗണ്ട് ഡെപ്റ്റർ. നീന ഈസ് ദ റിസീവർ. നീനയ്ക്ക് കിട്ടി, നീനനെ ഡെബിറ്റ് ചെയ്തു. എന്താ എന്റെ കയ്യിൽ നിന്ന് പോയത്? ക്യാഷ് ആണ്. വാട്ട് ഗോസ് ഔട്ട്? ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ ആണോ? പേഴ്സണൽ അക്കൗണ്ട് ഓക്കെ ആണോ? ആർ യു ഓക്കെ വിത്ത് പേഴ്സണൽ അക്കൗണ്ട്? യെസ്. ഇനി മൂന്നാമത്തത് എക്സ്പെൻഡിച്ചർ ആൻഡ് ലോസസ്, അല്ലെങ്കിൽ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. നോമിനൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, നോമിനൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. നോമിനൽ അക്കൗണ്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എക്സ്പെൻഡിച്ചറും ഇൻകവും, എക്സ്പെൻസും ഇൻകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോമിനൽ അക്കൗണ്ട്സിൽ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോ നോമിനൽ അക്കൗണ്ട്സിൽ സാധാരണ ഒന്നും പറയാനില്ല. നോമിനൽ അക്കൗണ്ട്സിൽ പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. എക്സ്പെൻസുകളോ ലോസോ വന്നു കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. സാലറിനെ ഡെബിറ്റ് ചെയ്യണം, സ്റ്റേഷനറിനെ ഡെബിറ്റ് ചെയ്യണം, പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യണം, ഓഫീസ് എക്സ്പെൻസുകളെ ഡെബിറ്റ് ചെയ്യണം, ഡിപ്രീസിയേഷനെ ഡെബിറ്റ് ചെയ്യണം. ഇതിനെല്ലാത്തിനും ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇൻകമോ ഗെയിനോ, വരുമാനമോ അല്ലെങ്കിൽ ലാഭമോ വന്നു കഴിഞ്ഞാൽ അതിനപ്പോ തന്നെ ക്രെഡിറ്റ് ചെയ്തേക്കണം. നോമിനൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട റൂൾ. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഒരു 1000 രൂപ കമ്മീഷൻ കിട്ടി. 1000 രൂപ കമ്മീഷൻ കിട്ടി. ഓക്കെ, 1000 രൂപ കമ്മീഷൻ കിട്ടി. കമ്മീഷൻ കിട്ടി എന്ന് പറയുമ്പോൾ എന്തായിട്ടാണ് കിട്ടിയിരിക്കുന്നത്? ക്യാഷ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്, അല്ലെ? അപ്പോ ക്യാഷ് വന്നു. ക്യാഷിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആണ്. ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ ആണോ? ഇനി അടുത്ത എക്സാമ്പിൾ ആരാണ്? നെസ്ല ഇവിടുത്തെ സാലറി എംപ്ലോയി ആണെന്ന് വിചാരിക്കാം. സാലറി കൊടുത്തു. സാലറി എങ്ങനെയാ കൊടുക്കുന്നത്? ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. 10,000 രൂപയാണ് കൊടുത്തതെന്ന് വിചാരിക്കാം. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ 10,000 ടു ക്യാഷ് എത്രയാണ് കൊടുത്തത്? ക്യാഷ് പോയപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. സാലറീസ് ആൻഡ് എക്സ്പെൻസ്, സാലറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഓക്കെ ആണോ? ജോയില് തട്ടിപ്പറിച്ചുകൊണ്ട് പോയ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ല, 500 രൂപ. അപ്പൊ 500 രൂപ നഷ്ടം വന്നു. ഇറ്റ് ഈസ് എ ലോസ്, അല്ലെ? ജോയില് ആ കാലമാടൻ വന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ 500 രൂപ എന്റെ പോക്കറ്റിൽ ഇരുന്നേനെ, അല്ലേ? അപ്പോ ഇറ്റ് ഈസ് എ ലോസ് എന്ന് പറയുന്നത് നമുക്ക് തടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. അവൻ വന്നപ്പോ വാതിൽ തുറക്കാതിരുന്നാൽ മതിയായിരുന്നു, അല്ലെ? അപ്പോ ജോയില് വന്നു, പൈസ എടുത്തുകൊണ്ട് പോയി നോക്കി 500 രൂപ. അപ്പോ ഇറ്റ് ഈസ് എ ലോസിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ലോസ് ബൈ തെഫ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 500 ടു ക്യാഷ് അല്ലേ കൊണ്ടുപോയവൻ. എന്റെ അക്കൗണ്ടിൽ കിടന്ന, അല്ലെങ്കിൽ എന്റെ മേശയിൽ കിടന്ന 500 രൂപ കുറഞ്ഞു. വാട്ട് ഗോസ് ഔട്ട്? അത് എന്റെ വാതിൽ വിട്ട് പുറത്തേക്ക് ഓടി. ആരോടി? ജോയിൽ ഓടി. പുറകെ ആരും കൂടെ ഓടി? ക്യാഷും പോയി. ഓക്കെ, 500 രൂപ ക്യാഷ് പോയി. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്യാൻ കാരണം? ലോസ് വന്നു 500 രൂപ. ഓക്കെ ആണോ? ഈ 3 എൻട്രീസ് ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണ്. ഇനി മുന്നേക്ക് മാറ്റലയുടെ അടുത്തത് പർട്ടിക്കുലേഴ്സ്.
നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കും. ഓക്കെ, നമുക്ക് ഇതിലും വലിയ എക്സാമ്പിൾസ് നമ്മുടെ കിടക്കാം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കാം കേട്ടോ. അപ്പോ പർട്ടിക്കുലേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആലിസ്, ALICE, ആലിസ്, ALICE, ആലിസ്. അപ്പോ ആലിസിന് എന്ത് സംഭവിക്കും? ആലിസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കേസ് നമ്മൾ പറയാൻ പോകുന്നു. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതായത് അവിടെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന് പറഞ്ഞു അല്ലെ. ഫർണിച്ചർ ഇവിടെ വന്നു, ഇവിടെ ഒന്നുമില്ലാതിരുന്ന ഫർണിച്ചർ, 0 ആയിരുന്ന ഫർണിച്ചർ 10,000 രൂപയുടെ ഫർണിച്ചറായി. അതായത് അസറ്റ് കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുവാണെങ്കിൽ അസറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് എന്റെ കയ്യിൽ 30,000 രൂപ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ നീന വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയപ്പോ ആ 30,000 എന്ന് പറയുന്നത് 0 ആയി. എന്റെ ക്യാഷ് കുറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു എന്റെ ക്യാഷിന് അല്ലെ. അപ്പോ അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി ലയബിലിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുവാണെങ്കിൽ ലയബിലിറ്റി കൂടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. ഇനി ലയബിലിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇനി ഇൻകം കൂടി കഴിയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലെ. ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം എനിക്ക് 1000 രൂപ കമ്മീഷൻ കിട്ടിയപ്പോൾ ഞാൻ ക്രെഡിറ്റ് ചെയ്തു, 0 ആയിരുന്ന കമ്മീഷൻ 1000 ആയി. ഇൻകം കൂടി കഴിഞ്ഞപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം കുറഞ്ഞു കഴിയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ക്യാപിറ്റൽ കൂടി കഴിയുമ്പോൾ, ക്യാപിറ്റൽ ഈസ് എ ടൈപ്പ് ഓഫ് ലയബിലിറ്റി അല്ലെ. ഫേമിലേക്ക് ഓണർ കൊടുത്ത പൈസയാണ്. ഓണറും ഫേമും വേറെയാണെങ്കിൽ ഫേമിൽ ഓണറുടെ പൈസ കിടക്കുന്നിടത്തോളം കാലം അത് ലയബിലിറ്റി ആണ് അല്ലെ. അപ്പൊ ക്യാപിറ്റൽ കൂടുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. യെസ്, അതെ. ലയബിലിറ്റി ഇൻകം സെയിം റൂൾസ് ആണ്. ഓക്കെ, ക്യാപിറ്റലിനും അതേ സെയിം റൂൾ ആണ്. ഓക്കെ, അപ്പോ എന്താണ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഡിക്രീസ് ചെയ്യുമ്പോൾ, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ലയബിലിറ്റിക്ക്, ഇൻകത്തിന്, സിക്ക്, ആലീസിന്റെ എല്ലിന്, ആലീസിന്റെ ഐക്ക്, ആലീസിന്റെ സിക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ആണ് കൂടുമ്പോൾ. കുറയുമ്പോൾ എന്താണ്? ഡെബിറ്റ് ആണ്. ഓക്കെ, ഇനി എക്സ്പെൻഡിച്ചർ അസറ്റും ഒരു എക്സ്പെൻഡിച്ചർ ആണെന്ന് നമ്മൾ പറഞ്ഞു, ബട്ട് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെ. അപ്പൊ അസറ്റ് ഡെബിറ്റ് ചെയ്യാണ് കൂടുമ്പോഴെങ്കിൽ, എക്സ്പെൻഡിച്ചറും കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കുറയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ ആണോ? ആലീസിന്റെ എല്ലിനും ഐക്കും സിക്കും ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അസറ്റും എക്സ്പെൻസും രണ്ടിനും സെയിം നേച്ചർ ആണ്, ക്യാപിറ്റലും റവന്യൂ ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് രണ്ടും കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, കുറയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ അല്ലേ? സോ നമുക്കൊന്ന് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്, ഏതാണെന്ന് നോക്കാം. അപ്പോ ശ്രദ്ധിച്ചിരുന്നോളാം. നമുക്ക് നോക്കാം. റെഡി അല്ലേ? കമൻസ്ഡ് ബിസിനസ് വിത്ത് ₹10,000. കമൻസ്ഡ് ബിസിനസ് വിത്ത് ₹10,000. 10,000 റുപ്പീസ് കൊണ്ട് ബിസിനസ് തുടങ്ങി. 10,000 റുപ്പീസ് കൊണ്ട് ബിസിനസ് തുടങ്ങി. ഓക്കെ. അപ്പോ ബിസിനസ് തുടങ്ങി കഴിയുമ്പോൾ കമൻസ്ഡ് ബിസിനസ് വിത്ത് 10,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 10,000 ആരാ ഇവിടെ കൊണ്ടുവന്നത്? ഓണറാണ് അല്ലെ. ഓണറാണ് കൊണ്ടുവന്നത്. എന്താ കൊണ്ടുവന്നത്? ബിസിനസ്സിലേക്ക് ക്യാഷ് ആണ് കൊണ്ടുവന്നത്. അപ്പോ ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് രണ്ടെണ്ണം അഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷും ഓണറുമാണ്. ഓണറിന്റെ ബിസിനസ്സിൽ പറയുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ ഓണർ എന്ത് ഇവിടെ കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാലും ഓണറെ ക്യാപിറ്റൽ ഇവിടെ കൂടുള്ളൂ. ഓക്കെ, ഓണർ എന്ന് പറയില്ല. ഓക്കെ, അമലാണ് അല്ലെങ്കിൽ അനീറ്റയൊക്കെയാണ് ഇവിടുത്തെ ഓണർ എങ്കിൽ അനീറ്റ അല്ലെങ്കിൽ അമൽ എന്നല്ല പറയുന്നത്, ക്യാപിറ്റൽ. അമൽസ് ക്യാപിറ്റൽ, അനീറ്റാസ് ക്യാപിറ്റൽ, അക്ഷരാസ് ക്യാപിറ്റൽ എന്നാ പറയാ അല്ലെ, അല്ലാതെ ഓണർ എന്നല്ല പറയാ. അപ്പോ ഓണർ ഇവിടെ പൈസ കൊണ്ടുവന്നിട്ട് 10,000 രൂപയ്ക്ക് ബിസിനസ് തുടങ്ങി.
ഓക്കെ, അപ്പോ ക്യാഷ് ഇവിടെ വന്നു, 2 അക്കൗണ്ട് അഫക്ട് ചെയ്തു. ഏറ്റവും മിനിമം 2 അക്കൗണ്ടെങ്കിലും അഫക്ട് ചെയ്തിട്ടുണ്ടാവും. ക്യാഷ് കൂടി ഇവിടെ ബിസിനസ്സിൽ, അല്ലെ? ബിസിനസ്സിൽ ക്യാഷ് കൂടി, അല്ലെ? അതായത് അസറ്റ് കൂടി, അസറ്റ് കൂടി. കൂടാൻ കാരണം എന്താ? ഓണർ ഇവിടെ പൈസ കൊണ്ടുവന്ന് തന്നു, ഓണറുടെ ക്യാപിറ്റലും കൂടി, ഓണറുടെ ക്യാപിറ്റലും കൂടി. ഓക്കെ, ക്യാഷ് എന്ത് നേച്ചറാണ്? റിയൽ നേച്ചറാണ്. ഓക്കെ, ഓണർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ആളുടെ എന്ത് നേച്ചറാണ്? എന്ത് നേച്ചറാണ്? എന്താണ്? പേഴ്സണൽ ആണ്, അല്ലെ? അതൊരു ആളാണ്, ഒരു മനുഷ്യനാണ്, പേഴ്സണൽ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇനി റിയൽ അക്കൗണ്ട്, ക്യാഷ് ഇവിടെ കൂടി, അസറ്റ് കൂടി. എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ക്യാഷ് വന്നു, അസറ്റ് വന്നു, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അല്ലെങ്കിൽ അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഡെബിറ്റ് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഇവിടെ കൂടി, അല്ലെ? ഓണറുടെ ക്യാപിറ്റലും കൂടിയില്ലേ? ക്യാഷ് കൂടിയപ്പോൾ അത് ആരാണ് ഇവിടെ കൊണ്ടുവന്ന് തന്നത്? ഇവിടെ 0 ആയിരുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 ആയി. ക്യാപിറ്റലും കൂടി, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്താണ് ജേണൽ എൻട്രി വരിക? എന്താണ് ജേണൽ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട്? 10,000 ആണ് എമൗണ്ട്. നിങ്ങളും എഴുതണം കേട്ടോ, നിങ്ങളും എഴുതണം. 10,000 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? 11ാം ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളാട്ടോ, അപ്പൊ നിങ്ങൾ എഴുതി പോക്കോ കേട്ടോ. ഇനി അടുത്തത്, പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് 1000. പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് 1000. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻഡിച്ചർ ആണ്. നമ്മൾ വിൽക്കാൻ വേണ്ടി മേടിച്ചിരിക്കുന്ന ഗുഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട അക്കൗണ്ട് പർച്ചേസ് ആണ്. ഓക്കെ, പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് 1000. അപ്പോ 1000 രൂപയുടെ സാധനം മേടിച്ചു, അപ്പൊ സാധനം കിട്ടി, പൈസ കൊടുത്തു, അല്ലെ? ക്യാഷ് കൊടുത്തു. ക്യാഷിന് എന്ത് പറ്റി? അസറ്റിന് എന്ത് പറ്റി? കുറഞ്ഞു, അല്ലെ? പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസിന് എന്ത് പറ്റി? കൂടി, അല്ലെ? പർച്ചേസ് ഈസ് ഓഫ് നോമിനൽ നേച്ചർ. പർച്ചേസിന് എന്ത് അക്കൗണ്ട് എന്നാ പറയാ? നോമിനൽ അക്കൗണ്ട് എന്ന് പറയാ, എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. ഓക്കെ, ക്യാഷ് എന്ത് അക്കൗണ്ട് ആണ്? റിയൽ അക്കൗണ്ട് ആണ്. ക്യാഷ് എന്ത് അക്കൗണ്ട് ആണ്? റിയൽ അക്കൗണ്ട് ആണ്. ഓക്കെ, എന്താണ് ജേണൽ എൻട്രി വരാ? എന്താണ് ജേണൽ എൻട്രി വരാ? പർച്ചേസ് എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ക്യാഷ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അസറ്റ് പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എന്താണ് എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എത്രയാണ്? 1000 ആണ്, 1000 ആണ്. ഓക്കെ, 1000 ആണ്. ഇനി അടുത്തത്, അടുത്തത് അടുത്തത് എന്താണ്? പർച്ചേസ്ഡ് മെഷീനറി ഫ്രം ജയ് എഞ്ചിനീയറിംഗ് ₹3000. ജയ് എഞ്ചിനീയറിംഗിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു എന്ത്? മെഷീനറി. ആദ്യം പറഞ്ഞു പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു, ഇവിടെ എന്ത് പറഞ്ഞു? പർച്ചേസ്ഡ് മെഷീനറി എന്ന് പറഞ്ഞു. മെഷീനറി എന്ന് പറഞ്ഞാൽ, മെഷീനറി പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ അസറ്റ്, അല്ലെ? അതൊരു അസറ്റ് ആണ്. 2, 3, 5 കൊല്ലമൊക്കെ നിലനിൽക്കുന്ന ഒരു സാധനമാണ്. വിൽക്കാൻ വേണ്ടി വാങ്ങിയിരിക്കുന്ന സാധനം ആയിരിക്കില്ല, അല്ലെ? അപ്പോ എന്തിനെയാണ് നമ്മൾ അക്കൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? മെഷീനറിനെയാണ്. എന്തിനാണ്? മെഷീനറിനെയാണ്. ഓക്കെ, ആരുടെ കയ്യിൽ നിന്നാണ്? പൈസ കൊടുത്തിട്ടില്ലായിരിക്കും. അപ്പോ ജയ് എഞ്ചിനീയറിംഗിന് പൈസ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോ ആരാണ് അസറ്റ് തന്ന ആൾ? തന്ന ആൾ ആരാണ്? ജയ് എഞ്ചിനീയറിംഗ് ആണ്, ജയ് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, ഓക്കെ, അപ്പോ ജയ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് കൂടി, 2 അക്കൗണ്ട്, മെഷീനറിയും ജയ് എഞ്ചിനീയറിംഗും. റിയൽ ആണ്, റിയൽ അക്കൗണ്ട് ആണ്. മെഷീനറി എന്ന് പറയുന്ന അസറ്റ് അല്ലേ? ടാഞ്ചിബിൾ അസറ്റ് ആണ്, കാണാൻ പറ്റുന്ന അസറ്റ് ആണ്. ഇറ്റ് ഈസ് ആൻ അസറ്റ്. അതെന്താണ്? റിയൽ അക്കൗണ്ട് ആണ്. ജയ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതോ? ജയ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതോ എന്താണ്? ജയ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ ആണോ? ജയ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ് ഞാൻ എഴുതി വെച്ചേക്കണേ, മരമണ്ടന്മാരെ, തെറ്റാണ് ഞാൻ എഴുതി വെച്ചേക്കണേ. എന്താ? പേഴ്സണൽ ആണ്, അല്ലെ? പേഴ്സണൽ ആണ്, പേഴ്സണൽ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ എന്താണ് ജേണൽ എൻട്രി വരിക? മെഷീനറി, മെഷീനറി എന്ന് പറയുന്ന അസറ്റ് കൂടി, അല്ലെ? മെഷീനറി എന്ന് പറയുന്ന അസറ്റ് കൂടി, മെഷീനറി എന്ന് പറയുന്ന അസറ്റ് കൂടി. എത്രയാണ്? 3000, 3000. ഓക്കെ, ആരാണ് അസറ്റ് തന്നത്? ഹു ഈസ് ദ ഗിവർ? ഹു ഈസ് ദ ഗിവർ? ജയ് എഞ്ചിനീയറിംഗ് ആണ്. ഗിവറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഈ ജയ് എഞ്ചിനീയറിംഗിനെ ഗിവർ എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രം എടുക്കണ്ട. ഒരു അസറ്റ് കൂടി കഴിഞ്ഞപ്പോൾ പൈസ കൊടുത്തില്ല, അപ്പൊ എന്ത് പറ്റി? എന്ത് പറ്റി? ഞാൻ ഇവിടെയുള്ള നീനയുടെ വീട്ടിൽ നിന്നാണ് ഒരു മെഷീനറി എടുത്തുകൊണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ നീനയുടെ അടുത്ത് പൈസ നാളെ തരാം എന്ന് പറഞ്ഞാ വിളിച്ചേ, അല്ലെ? നാളെ തരാം എന്ന് പറഞ്ഞ് ഞാൻ മെഷീനറി എടുത്തുകൊണ്ട് വന്നു. നീന എന്ത് ചെയ്യും? നാളെ രാവിലെ അലാറം വെച്ച് വിളിക്കും,
3000 ഇടറാ, 3000 ഇടറാ, 3000 ഇടറാ എന്ന് പറഞ്ഞ് വിളിക്കും അല്ലെ. നീന ബിക്കംസ് എ ലയബിലിറ്റി. ക്ലാസ്സിൽ കയറി കഴിഞ്ഞാലും വിളിക്കും, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലും വിളിക്കും. ലാസ്റ്റ് നീനയുടെ പൈസ കൊടുത്തപ്പോഴാണ് എനിക്ക് തലവേദന മാറിയത്. നീന ബിക്കംസ് എ ലയബിലിറ്റി. നീന ആരായി? തലവേദനയായി. തലവേദന കൂടുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ ജെ എഞ്ചിനീയറിംഗ് നമുക്ക് തലവേദനയായി മെഷീനറി മേടിച്ച കാരണം. ഓക്കെ അല്ലേ? ക്രെഡിറ്റ് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ആർ യു ഓക്കെ? ആ, അപ്പോ ഓക്കെ ആണ്. ഇനി അടുത്തത് പർച്ചേസ്ഡ് 9% പ്രിഫറൻസ് ഷെയർ ഇൻ ടിസ്കോ ലിമിറ്റഡ്. ഓക്കെ, ടിസ്കോ ലിമിറ്റഡിൽ ഷെയർ വാങ്ങി. ടിസ്കോ ലിമിറ്റഡിൽ ഷെയർ വാങ്ങി. ഷെയർ വാങ്ങുന്നത് വിൽക്കാനായിരിക്കില്ല. ഷെയർ വാങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? ഹോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങിയതായിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് ഈസ് ആൻ അസറ്റ് അല്ലെ. നമ്മൾ കൊണ്ടുപോയി ബാങ്കിൽ പൈസ ഇടുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, എന്തെങ്കിലും കമ്പനീസിലെ ഷെയറുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ്. അപ്പോ നമ്മൾ ഷെയർ വാങ്ങി 10,000 രൂപയ്ക്ക്, അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് ഷെയർ വാങ്ങി. എന്താണ് ജേണൽ എൻട്രി വരിക? എന്താണ് ജേണൽ എൻട്രി വരിക? ഷെയർ വാങ്ങി അല്ലെ. ഷെയർ എന്ന് പറയുന്ന അസറ്റ് കൂടി. ഷെയർ എന്ന് പറയുന്ന അസറ്റ് കൂടി. അസറ്റ് കൂടി. ഓക്കെ ആണല്ലോ. ഷെയർ എന്ന് പറയുന്ന അസറ്റ് കൂടി. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൊടുത്തല്ലേ വാങ്ങിയത്? കൊടുത്തല്ലേ വാങ്ങിയത്? ആ അസറ്റ് കുറഞ്ഞു. അസറ്റ് കുറഞ്ഞു. ഷെയർ ഈസ് ആൻ അസറ്റ്. റിയൽ നേച്ചർ ആണ്. റിയൽ നേച്ചർ ആണ്. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. റിയൽ നേച്ചർ ആണ്. അപ്പൊ ഒരു അസറ്റ് കൂടി, ഒരു അസറ്റ് കുറഞ്ഞു. കൂടിയ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലേക്ക് വന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഷെയർ അക്കൗണ്ട് ഡെപ്റ്റർ. ഷെയർ അക്കൗണ്ട് ഡെപ്റ്റർ 1000 ടു എന്താണ്? ക്യാഷ്. ടു ക്യാഷ് 1000. ക്യാഷ് ആണ് കൊടുത്തത് 1000. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ആ, ഇനി അടുത്തത് നോക്കാം. ഗുഡ്സ്. ബോട്ട് ഗുഡ്സ് ഫോർ ₹500. 500 രൂപയ്ക്ക് ഗുഡ്സ് വാങ്ങി. ബോട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ഗുഡ്സ് എന്ന് തന്നെയാണ് അർത്ഥം. പർച്ചേസ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അക്കൗണ്ടിന് നമ്മൾ ആദ്യം എഴുതണം എന്നാ പറഞ്ഞത്? ഏത് അക്കൗണ്ടിന് ആദ്യം എഴുതണം എന്നാ പറഞ്ഞത്? പർച്ചേസ് അക്കൗണ്ടിന് ആദ്യം എഴുതണം. പർച്ചേസ് അക്കൗണ്ടിന് ആദ്യം എഴുതണം. ഓക്കെ, ബോട്ട് ഗുഡ്സ് ആണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് എഴുതണം. പർച്ചേസ് ഗുഡ്സ് ആണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് എഴുതണം. പർച്ചേസ് അക്കൗണ്ട് നോമിനൽ നേച്ചർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പർച്ചേസ് അക്കൗണ്ട് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആണ്. ഇനി എന്ത് കൊടുത്തിട്ടാ പൈസ വാങ്ങുന്നത്? അല്ല, സാധനം വാങ്ങുന്നത്? ക്യാഷ് കൊടുത്തിട്ട്, അസറ്റ് കൊടുത്തിട്ട് ക്യാഷ് കുറഞ്ഞു. ക്യാഷ് കുറഞ്ഞു അല്ലെ. എക്സ്പെൻസ്, പർച്ചേസ് കൂടി. പർച്ചേസ് കൂടി. നോമിനൽ അക്കൗണ്ട് അല്ലെ. അപ്പോ പർച്ചേസ് കൂടി, അതായത് എക്സ്പെൻസ് കൂടി. എക്സ്പെൻസ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 500 ടു ക്യാഷ്. 500. ക്യാഷ് പോയി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ നിങ്ങൾ? ലാസ്റ്റ് വൺ എന്താണ്? പെയ്ഡ് റെന്റ് ടു ലാൻഡ് ലോഡ് ₹300. ലാൻഡ് ലോഡിന് റെന്റ് കൊടുത്തു. ആ, റെന്റ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിനെ നമ്മൾക്ക് എഴുതാം. പിന്നെ എന്താ കൊടുത്തത്? ക്യാഷ് ആയിട്ടാണ് കൊടുത്തത് അല്ലെ. ലാൻഡ് ലോഡിന് പൈസ കൊടുത്തു എന്നാ പറഞ്ഞത്. പെയ്ഡ് റെന്റ് എന്നാ പറഞ്ഞത് അല്ലെ. പെയ്ഡ് റെന്റ് എന്നാ പറഞ്ഞത്. അപ്പോ ലാൻഡ് ലോഡിന് പൈസ കൊടുത്തു. ക്യാഷ് പോയി അല്ലെ. അസറ്റ് കുറഞ്ഞു. അസറ്റ് എന്ത് നേച്ചറാണ്? റിയൽ നേച്ചറാണ്. അസറ്റ് എന്ത് നേച്ചറാണ്? റിയൽ നേച്ചറാണ്. ഓക്കെ. ഇനി റെന്റ് എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടി. നോമിനൽ നേച്ചറാണ്. കൂടുന്ന എക്സ്പെൻസിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. 300 രൂപ. ഓക്കെ, 300 രൂപ ഡെബിറ്റ് ചെയ്യണം. ടു ക്യാഷ്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അറിയോ? ഓക്കെ. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. ഓക്കെ അല്ലേ? ആ, ഇനി 2-3 കൂടെ ഉണ്ട് ഇതിനകത്ത്. അതും കൂടെ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾ എഴുതണം കേട്ടോ. പെയ്ഡ് ഓഫീസ് സ്റ്റേഷനറി ₹50. ഓഫീസ് സ്റ്റേഷനറിക്ക് വേണ്ടി 50 രൂപ കൊടുത്തു. ഓക്കെ, ഏതൊക്കെയാണ് അക്കൗണ്ട്സ് വരിക? സ്റ്റേഷനറി അക്കൗണ്ട് ആണ്. സ്റ്റേഷനറി ഈസ് ആൻ എക്സ്പെൻസ് കൂടി. സ്റ്റേഷനറി എന്ന് പറയുന്നത് അല്ലെ. ക്യാഷ് കുറഞ്ഞു. അസറ്റ് കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം?
നോമിനൽ അക്കൗണ്ട് ആണ് സ്റ്റേഷനറി എന്ന് പറയുന്നത്, എക്സ്പെൻസ് ആണ് അല്ലെ. അപ്പോ എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ സ്റ്റേഷനറിനെ ഡെബിറ്റ് ചെയ്യണം. സ്റ്റേഷനറി അക്കൗണ്ട് ഡെപ്റ്റർ 50. ഓക്കെ, ടു ക്യാഷ് ക്യാഷ് പോയി 50. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ഓപ്പൺ ആൻ അക്കൗണ്ട് വിത്ത് SBI. SBI ഒരു അക്കൗണ്ട് തുടങ്ങി 500 രൂപയ്ക്ക് SBI ഒരു അക്കൗണ്ട് തുടങ്ങി. ഓക്കെ, SBI അക്കൗണ്ട് തുടങ്ങി. എന്താണ് ജേണൽ എൻട്രി വരാ? ഏതൊക്കെയാണ് അക്കൗണ്ട്സ് അഫക്ട് ചെയ്യുന്നത്? SBI എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് അഫക്ട് ചെയ്യും അല്ലെ. SBI അല്ലേ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. SBI എന്ന് പറയുന്നത് എന്താണ്? കുറെ ആളുകൾ കൂടി തുടങ്ങിയിരിക്കുന്ന ഒരു ബാങ്ക് അല്ലേ, അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് അല്ലേ. അപ്പോ SBI ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. ആൻഡ് SBI ഈസ് ഓൾസോ ആൻ അസറ്റ് അല്ലെ. നമ്മളുടെ പൈസ അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ പൈസ കിടക്കല്ലേ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അസറ്റ് ഓൾസോ. ഓക്കെ, അസറ്റ് കൂടി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി ക്യാഷ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞിട്ട് എന്ത് ചെയ്തു? ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? SBI അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എത്രയാണ്? 500 ആണ്. SBI പേഴ്സണൽ ആവുമ്പോ SBI is a receiver. ഡെബിറ്റ് ദ റിസീവർ അല്ലെ. റിസീവർ ആണ് SBI നെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് കുറഞ്ഞു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ. ഓക്കെ ആണോ? അടുത്തത് SBI റിസീവ്ഡ് ഡിവിഡൻഡ് ഓൺ അവർ ബിഹാഫ് ₹500. ഓക്കെ, SBIക്ക് റിസീവ്ഡ് കിട്ടി. SBI റിസീവ്ഡ് വാങ്ങി, ഡിവിഡൻഡ് വാങ്ങി ഓൺ അവർ ബിഹാഫ്, നമുക്ക് വേണ്ടി 500 രൂപ. ഓക്കെ, അപ്പോ ഡിവിഡൻഡ് നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് പോലെയാണ്. ഇറ്റ് ഈസ് ആൻ ഇൻകം ആണ്. ഇൻകം കൂടി. SBI എന്ന് പറയുന്ന അക്കൗണ്ട്, ആ അക്കൗണ്ടിൽ പൈസയും കൂടി അല്ലെ. അല്ലെങ്കിൽ SBI റിസീവ് ചെയ്തു നമ്മളുടെ ഡിവിഡൻഡ്. SBI is a personal nature. ഡെബിറ്റ് ദ റിസീവർ. ആരാണ് റിസീവർ? SBI അക്കൗണ്ട് ആണ് റിസീവർ. 500 രൂപ. ടു ഡിവിഡൻഡ് ഈസ് ആൻ ഇൻകം കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ക്രെഡിറ്റ് ചെയ്യണം എന്നാ പറഞ്ഞത്. ഓക്കെ അല്ലേ. ഇൻകം കൂടി, നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ. അടുത്തത് സീത പെയ്ഡ് ₹100 ഓൺ ബിഹാഫ് ഓഫ് റാമിന് വേണ്ടി സീത പേ ചെയ്തു. റാമിന് ഓൺ ബിഹാഫ് ഓഫ് അസ് ടു റാം. ഓക്കെ, നമുക്ക് വേണ്ടി റാമിന് സീത പേ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ റാം ഈസ് ദ റിസീവർ അല്ലെ. ഹൂ ഈസ് ദ ഗിവർ? സീത ഈസ് ദ ഗിവർ. എന്താണ് എൻട്രി വരാ? റാം അക്കൗണ്ട് ഡെപ്റ്റർ ടു സീത. 100 രൂപ. ഓക്കെ അല്ലേ. അടുത്തത് ബോറോഡ് ₹1000 ഫ്രം വൈഫ് ഫോർ ഡൂയിങ് ബിസിനസ്. വൈഫിന്റെ കയ്യിൽ നിന്ന് 1000 രൂപ ബിസിനസ് ചെയ്യാൻ വേണ്ടി കടം മേടിച്ചു. നമ്മൾ തന്നെ ബിസിനസ്സിൽ രണ്ടാല്ലേ. നമ്മളും ബിസിനസ്സും തന്നെ രണ്ടാന്നാ പറയുന്നത്. അപ്പൊ വൈഫ് സമ്മതിക്കോ? പൈസ മേടിച്ച ബിസിനസ്സിൽ കൊണ്ടുപോയിടാൻ? ഇല്ല, വൈഫിന് തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പോ ആ പൈസ തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലോൺ അല്ലെ. വൈഫിന്റെ ലോണാണ്. വൈഫ് പറയും പോയി പണി നോക്കാൻ പറയും അല്ലെ. അപ്പോ ബിസിനസ്സിൽ ക്യാഷ് കൊണ്ടുവന്നിട്ടു. അസറ്റ് കൂടാൻ കാരണം എന്താ? വൈഫ് കാരണമാണ് അല്ലെ. വൈഫിന്റെ ലോൺ എന്ന് പറയുമ്പോൾ വൈഫ് ചെവിയില് കട്ടിലുമൂട്ട പോയ പോലെ ആവും അല്ലെ. വൈഫ് എന്ന് പറയുന്ന ലയബിലിറ്റി തലവേദനയാവും. അപ്പോ റിയൽ അക്കൗണ്ട് ആണ് ക്യാഷ്. വൈഫ്സ് ലോൺ, വൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ അക്കൗണ്ട് ആണ് അല്ലെ. എന്ത് പേഴ്സണാ? നാച്ചുറൽ പേഴ്സൺ ആണ് അല്ലെ. അപ്പോ റിയൽ അക്കൗണ്ട് ആണ്. അപ്പോ അസറ്റ് കൂടി, ക്യാഷ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം 1000 രൂപ. ഓക്കെ, വൈഫ് എന്ന് പറയുന്ന തലവേദനയും കൂടി. വൈഫ് എന്ന് പറഞ്ഞ തലവേദന കൂടുമ്പോൾ, ലയബിലിറ്റി കൂടുമ്പോൾ വൈഫിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്തേക്കണം. ഓക്കെ, ഇനി അടുത്തത് പെയ്ഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ₹200. LIC അടച്ചു 200 രൂപ. LIC ആർക്ക് വേണ്ടി അടയ്ക്കുന്ന? ശരിക്കും LIC അടയ്ക്കുന്നതിന്റെ ബെനഫിറ്റ് ആർക്കാണ്? ഓണർക്കാണ്. ശരിയാണ്, ഓണർക്കാണ് അല്ലെ. LIC അടയ്ക്കുന്നത് ഫേമിന് വേണ്ടി ഒന്നുമല്ല. അപ്പോ LIC അടയ്ക്കുന്നത് ഓണർക്കാവുമ്പോൾ അത് ഓണറുടെ എക്സ്പെൻസ് ആണ്.
ഓണറുടെ എക്സ്പെൻസ് നമുക്ക് നമ്മളുടെ ഫേമിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ഓണർ പൈസ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് കോൾഡ് ഡ്രോയിങ്സ്. ഇറ്റ് ഈസ് കോൾഡ് ഡ്രോയിങ്സ്. ഓണർ വീട്ടിലേക്ക് മീൻ മേടിക്കാൻ പൈസ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ഡ്രോയിങ്സ്. അല്ലെങ്കിൽ അത് നമ്മുടെ ക്യാപിറ്റലിൽ കുറയും. ഓണർ ഇവിടെ വച്ചിരിക്കുന്ന പൈസ കുറച്ചേ കൊടുക്കുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇറ്റ് ഈസ് കോൾഡ് ഡ്രോയിങ്സ്. ഓക്കെ, ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ക്യാപിറ്റൽ കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ഡ്രോയിങ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ പേഴ്സണൽ നേച്ചർ, ഓണറെ സംബന്ധിക്കുന്ന കാര്യമാണ്. ക്യാപിറ്റൽ കുറയുമ്പോൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ്? 200 ടു ക്യാഷ്. ടു ക്യാഷ്. അയാള് മാങ്ങ മേടിക്കാനോ തേങ്ങ മേടിക്കാനോ LIC മേടിക്കാനോ എന്തിനു വേണമെങ്കിലും കൊണ്ടുപോട്ടെ, അതൊന്നും നമ്മൾ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. അയാൾ എടുത്തുകൊണ്ട് മാത്രം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ആ, അടുത്തത് അടുത്തത് പെയ്ഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. പെയ്ഡ് അല്ല, റിസീവ്ഡ് ₹100 ആസ് കമ്മീഷൻ ഫ്രം അഞ്ജലി. ഓക്കെ, 100 രൂപ കമ്മീഷൻ കിട്ടി എന്നാ പറയുന്നത് കേട്ടോ. 100 രൂപ കിട്ടി, റിസീവ്ഡ്. അപ്പൊ റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടിയിരിക്കുന്നത്? ക്യാഷ് ആയിരിക്കും. അപ്പോ അഞ്ജലി ആവട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നീനയോ നെസ്ലയോ സഫയോ ആരും ആയിക്കോട്ടെ, ജോയലോ അസനയോ ആരും ആയിക്കോട്ടെ, ആരുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാലും ആരെയാണ് നമ്മൾ അക്കൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? ക്യാഷ് ആയിട്ടാണ്. ഓക്കെ, ഇനി അത് എന്തായിട്ടാ കിട്ടിയത്? കമ്മീഷൻ ആയിട്ടാണ് കിട്ടിയത്. ഓക്കെ, കമ്മീഷൻ ആയിട്ടാണ് കിട്ടിയത്. കടമായിട്ടാണ് തന്നത് എങ്കിൽ അഞ്ജലിന്ന് എഴുതാമായിരുന്നു. പക്ഷെ അത് എന്റെ ഇൻകം ആണ്. ആര് തന്നു കഴിഞ്ഞാൽ എനിക്ക് അവകാശപ്പെട്ട പൈസയായിരുന്നു. ഞാൻ ചെയ്തു കൊടുത്ത ഒരു സർവീസിന്റെ ഒരു ഗുഡ്സിന്റെയോ പൈസയായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നതാണ്. അപ്പൊ ഇറ്റ് ഈസ് ആൻ ഇൻകം. ഇറ്റ് ഈസ് ആൻ ഇൻകം. അപ്പോ ക്യാഷ് കൂടി, അസറ്റ് കൂടി. അസറ്റ് കൂടി. ആ, അസറ്റ് കൂടി. അസറ്റ് കൂടാൻ കാരണം എന്താ? ഒരു ഇൻകം വന്നതുകൊണ്ട്. ഒരു ഇൻകം വന്നതുകൊണ്ട്. സോ സോ റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് അല്ലെ? അസറ്റ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്. കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആണ്. നോമിനൽ അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ. ടു കമ്മീഷൻ എത്രയാണ്? 100 ആണ്. 100 ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അറിയോ? ഓക്കെ. 2 ജേണൽ എൻട്രി കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നിർത്താം കേട്ടോ. 2 ജേണൽ എൻട്രി കൂടെ ഉണ്ട്. കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ നിർത്താം. അടുത്തത് പെയ്ഡ് റുപ്പീസ്. പെയ്ഡ് റുപ്പീസ് 400 ടു അനിത ഓൺ അക്കൗണ്ട്. അനിതയ്ക്ക് പൈസ കൊടുത്തു. എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല. അനിതയ്ക്ക് കടം കൊടുത്തായിട്ട് നമുക്ക് കൂട്ടാം. അത് അക്കൗണ്ടിലാണ് കൊടുത്തത്. അക്കൗണ്ടിലാണ് കൊടുത്തത്. എന്താണ്? അല്ലെങ്കിൽ പെയ്ഡ് അക്കൗണ്ടിലാണ് കൊടുത്തത്. അപ്പൊ എന്താ വരാ? എന്താ വരാ? അക്കൗണ്ടിലാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഏതാണ്? SBI ആണ് അല്ലെ? നമ്മുടെ അക്കൗണ്ട് ഏതാണ്? SBI ആണ്. ഓക്കെ, SBI ആണ്. അപ്പോ നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. അനിത 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 400 റുപ്പീസ് അനിതയ്ക്ക് കൊടുത്തു അല്ലെ? അനിതയാണ് റിസീവർ. അനിതയാണ് ആര്? റിസീവർ. പേഴ്സണൽ ആണ്. അനിതയാണ് റിസീവർ. അനിത അക്കൗണ്ട് ഡെപ്റ്റർ. ഡെബിറ്റ് ദ റിസീവർ. ഡെബിറ്റ് ദ റിസീവർ. അനിതയ്ക്ക് കടം കൊടുത്താണെങ്കിൽ ഇനി അനിത ആ പൈസ തന്നു. അപ്പോ അനിതനെ 2 രീതിയിൽ കൺസിഡർ ചെയ്യാം. അസറ്റ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം അല്ലെ? അപ്പോ അനിത എന്ന് പറയുന്ന അസറ്റ് കൂടി അല്ലെ? ഞാൻ അനിതനെ വിളിച്ചുകൊണ്ടേയിരിക്കും. പൈസ തട്ടി, പൈസ തട്ടി, പൈസ തട്ടി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും അല്ലെ? അപ്പോ അനിത എന്റെ അസറ്റായി. എന്റെ അസറ്റായി. ഓക്കെ, 10 പ്രാവശ്യം 400 രൂപ വെച്ച് മേടിച്ചു കഴിഞ്ഞാൽ 4000 രൂപയായി അനിതയുടെ കയ്യിൽ അല്ലെ? ഞാൻ പിന്നെ പൈസ മേടിക്കാൻ വരുമ്പോൾ വീട്ടിലങ്ങോട്ട് പൂട്ടിയിടും. എന്നിട്ട് 10 ദിവസം വീട് അങ്ങോട്ട് അടിച്ചു വരിപ്പിക്കും. ഓക്കെ, അനിത 10 ദിവസമൊക്കെ എനിക്ക് അസറ്റായി അല്ലെ? ആ, അനിത 10 ദിവസമൊക്കെ എനിക്ക് അസറ്റായി. അപ്പോ അനിതനെ ഡെബിറ്റ് ചെയ്തു, അസറ്റ് കൂടി അല്ലെ? ആ, അനിതയ്ക്ക് എങ്ങനെയാ പൈസ കൊടുത്തത്? SBI എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി 400 രൂപ. പൈസ പോയി 400 രൂപ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ്. ക്യാഷ് കിട്ടി. എന്തിന്റെ പേരിലാ? സെയില് നടന്നതിന്റെ പേരിൽ. സെയിൽ ഈസ് ആൻ ഇൻകം. ഒരു ഇൻകം കൂടിയപ്പോൾ ഒരു അസറ്റ് കൂടി. ഇൻകം കൂടി അപ്പോൾ ഒരു അസറ്റും കൂടി. ക്യാഷ് എന്ന് പറയുന്ന അസറ്റും കൂടി. ക്യാഷ് ഈസ് ഓഫ് റിയൽ നേച്ചർ. ക്യാഷ് ഈസ് ഓഫ് റിയൽ നേച്ചർ. സെയിൽസ് ഈസ് ഓഫ് നോമിനൽ നേച്ചർ. ഓക്കെ, അപ്പോ സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ഇൻകം കൂടുമ്പോൾ ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് കൂടുമ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താണ് ജനറൽ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് എത്രയാണ്? 700. 700. ഓക്കെ ആണോ? ആർ യു ഓക്കെ? നിങ്ങൾ ഓക്കെ ആണോ?